നിങ്ങളോട് ആരാ പറഞ്ഞത് WCC ആണ് ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ ഇവിടെ ഈ തീപ്പൊരി കത്തിച്ചത് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? എവിടെ നിന്ന്? നടി ആക്രമിക്കപ്പെട്ടതും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലാതെ WCC ഉണ്ടാക്കിയതല്ല. ഈ WCC എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള എൻ്റയർ ഇൻഡസ്ട്രിയെ അവർ ശത്രുപക്ഷത്താണ് അവർ നിർത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇത് കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണിത്. ഇത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല നിർമ്മാതാക്കളും എല്ലാം കാലാകാലങ്ങളായിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണിത്. ആ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ചില ശീലങ്ങളും ചില കീഴ്വഴക്കങ്ങളിൽ കൂടി പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും നിങ്ങളാരും വിചാരിക്കുന്ന മാതിരി ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഇടക്കാലത്ത് വന്ന ഒരു വ്യക്തിയുടെ വിഷയം തന്നെ ഒരാൾ വന്ന് പറയുകയാണ്, ആ നടിയോട് പറയുന്നു, ആ സംവിധായകൻ നിങ്ങളോട് അങ്ങോട്ട് കിടക്കമുറിയിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നടി പറയുന്ന അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ആരാണ് വൃത്തികെട്ടത്? ആ വന്ന് പറഞ്ഞ ആ സംവിധായകൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം ഇത്തരം വൃത്തികെട്ട ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ആ ഒരാളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി ഞങ്ങൾ ഇത് എടുത്ത് ഭരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആർക്കും ശത്രുവാക്കി നിർത്താൻ പറ്റില്ല. ഇതൊരു കൂട്ടായ തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം. ഇതിനിടയിൽ ചില പുഴുക്കുത്തുകളുണ്ടാവും. അവരെ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് വെളിയിൽ കളയാനുള്ളൊരു ശ്രമം, ആ ശ്രമം വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള എല്ലാ സംഘടനകളുമായി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്തണം. അത് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ഇവിടെ ഏറ്റവും അധികം ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഈ പറയുന്ന സംഘടനകളല്ല, അമ്മയോ ഫെഫ്കയോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നവർ യഥാർത്ഥത്തിൽ ഫാൻസ് എന്ന് പറയുന്നവരും അതേപോലെ തന്നെ തിയേറ്റർ, ഇന്ന നടന് ഇത്രയേറെ, അയാളുടെ സിനിമ ഇങ്ങനെ ഓടും, അപ്പം അയാൾക്കാണ് വാല്യൂ, അയാളുടെ സിനിമയാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റ് സ്ത്രീക്കില്ല. അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സൗഹൃദപരമായി ഗൗരവത്തോടുകൂടി ഇരുന്ന് ഒരു രാഷ്ട്രീയ ചർച്ചകൾ പോലും അങ്ങനെയല്ലേ, സർവകക്ഷി യോഗം. ഒരു ഇതിനകത്തൊരു വളരെ ഇതായിട്ടുള്ളൊരു നിർണായകമായ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു, BJPയുടെ അഭിപ്രായം ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി കുറച്ചുകൂടി സൗഹൃദപരമായി കുറച്ചുകൂടി ഗൗരവത്തോടെ എല്ലാവരും വിളിച്ചിരുത്തി അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കണമായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അമ്മയ്ക്കകത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്താണ് കൂകി വിളി ഉണ്ടായതും പുറത്തിറങ്ങിയിട്ട് പല അംഗങ്ങളും രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തത്. WCC കുറച്ചുകൂടെ ഊർജിതമായി ഈ കാര്യത്തിൽ അവരുടെ രാജിയൊക്കെ രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തത് അമ്മയ്ക്കകത്ത് നടന്ന മീറ്റിങ്ങിനകത്തുള്ള സംസാരത്തിനെ തുടർന്ന് കൂകി വിളി നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയാണ് പിന്നീട് ഇത് വഴിതെറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് WCCയിലെ പല അംഗങ്ങളും സംസാരിക്കുന്നത് അന്നത്തെ ആ പോയിന്റിൽ നിന്ന് അമ്മ ഇന്നത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ചർച്ചകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തിരുന്നവർക്ക് ആ ചർച്ചകളെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡ്രോബാക്കും കൂടെ അല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത്? ആണോ? പല സംഘടനകളുണ്ട്. അമ്മ മാത്രമല്ല, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട്. എല്ലാവരോടും സംസാരിക്കണമെന്നാണ്. അല്ലാതെ അമ്മയുടെ അവിടെ ഒരു 150 പേര് ഇരുന്നിട്ട് അവിടെ അവർ കുറേ പേര് എതിർപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് ഇതിനെതിരായിട്ട് ഇറങ്ങാം, അങ്ങനെ അല്ല അത് വേണ്ടത്. ഇതിൽ വളരെ ഗൗരവമായിട്ട് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഭയത്തോടുകൂടെ സങ്കടത്തോടെ കാണുന്ന വളരെ നന്മയുള്ള ആളുകളുണ്ട് ഇവിടെ. അവരെ ഇവർ കാണുന്നില്ല, അവരോട് ഇവർ സംസാരിക്കുന്നില്ല. ഇന്നലെ അവർ മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ സംഘടനകളെയെല്ലാം അറിയിച്ചിരുന്നു, പക്ഷെ അവരാരും ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായില്ല. ഞാനിതെല്ലാ സംഘടനകളോടും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു മെയില്, ഒരു കത്ത് ഒന്നവരോട് കാണിക്കാൻ പറയൂ, ഒരു തെളിവിന് വേണ്ടി. അവരങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ
ഔദ്യോഗികമായി വേണമല്ലോ ക്ഷണിക്കാൻ, അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഔദ്യോഗികമായി ഈ പറയുന്ന സംഘടനകൾക്ക് അവർ ഒരു കത്തയച്ചോ, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു, ഇവിടെ ഒരു സ്ത്രീ സംഘടന. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ സംഘടനയുടെ ഭാഗവുമല്ല. എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടും ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ അതിലില്ലാത്തത് കൊണ്ട് എനിക്ക് ആ സംഘടനയോട് ശത്രുതയാണെന്ന് കരുതും. പക്ഷേ അല്ല. കാരണം ഞാൻ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുന്നത്. ആ കൂട്ടായ്മ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സ്ത്രീകൾക്ക് പോയി സംസാരിക്കാൻ ഒരു ഇടം ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷേ ആ ഒരു ആവേശം, ആ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു ആവേശം പ്രവൃത്തിയിൽ അവർ കാണിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ എനിക്ക് അന്നുമുള്ളൂ, ഇന്നുമുള്ളൂ. നിങ്ങൾ ആരും ചിന്തിക്കുന്ന മാതിരി ഞാൻ ഫെഫ്കയുടെ ഒരു ഭാരവാഹിയല്ല. ഞാൻ വെറും ഒരു കമ്മിറ്റി മെമ്പറാണ്. അതിൻ്റെ യാതൊരു ഭാരവാഹിത്വവും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ അമ്മയിൽ മെമ്പറും അല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഫെഫ്കയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടോ ഇല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരാളായിട്ടാണ് ഭാഗ്യലക്ഷ്മിയെ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പറ്റിയത് ഒരു സംഘടിത രൂപത്തിൽ ഒരു സംഘടനയായിട്ട് പരുവപ്പെട്ടു വരണം WCC എന്ന് കരുതിയിരുന്നു ഭാഗ്യലക്ഷ്മി. പക്ഷെ അതൊരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും പറയുന്നത്. ശരി, ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിലാണ് അത് വന്നത്. പക്ഷെ അത് സെലക്റ്റീവ് എന്നാണ് അത് ആക്ഷേപിക്കുന്നത്. പക്ഷെ അങ്ങനെ കളക്റ്റീവ്സിലും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഇപ്പൊ എന്താണ് ചെയ്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതൊരു അവരുടെ ഉള്ളിൽ തന്നെ പലരും അതിനെ എതിർപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൂ, അതിന്റെ ഉള്ളിലുള്ളവർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറയുന്നു. ഇവരുടെ ഇതിൽ റിപ്പോർട്ടിലുള്ളവ ആരുടെയും പേര് പറയും, അവർക്കെതിരെ നിയമ നടപടി വേണ്ട എന്ന് പറയുന്നു. ഓപ്പണായിട്ട് രേവതി പറഞ്ഞു, രഞ്ജിനി പറയുന്നു റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന്. രേവതി പറയുന്നു നിയമ നടപടിയുടെ ആവശ്യമില്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അവരിൽ തന്നെ എത്ര പേര് ഇറങ്ങിപ്പോയി. എന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്ന ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെറിറ്റിലേക്ക് പറയുന്ന ആരാണ് ഈ അവര്? എത്ര പേര്? ഇപ്പൊ പാർവതി ഇതിനകത്ത് അഭിപ്രായം പറയുന്ന സമയത്ത് പാർവതി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ആൾക്കാരുടെ മുഖങ്ങൾ തേടി പോണ്ട, നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരൂ, നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഏത് വിഷയത്തിന്റെ? അതായത് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്, ഒരുപാടുണ്ട്. സെക്ഷൽ അബ്യൂസ് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പക്ഷേ ഹേമ കമ്മിറ്റിയിൽ അവർ ഒരു മെമ്പറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഒരു സ്ത്രീയോടും അവർ ചോദിച്ചിട്ടില്ല. ഞാൻ അവിടെ പോയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് നടന്ന 31-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ 92 സ്ത്രീകൾ പങ്കെടുത്തു. അതിൽ ഞാൻ പറഞ്ഞു, കൈ പൊക്കി എല്ലാവരും പറയണം ആരൊക്കെ ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി. 4 പേര് പോയി. ഞാൻ 18 പേരുടെ പേര് കൊടുത്തു. അതിൽ ആ 18 പേരിൽ നിന്ന് 2 പേരെ വിളിച്ചു എന്ന് ഇന്നലെ മെനയാന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ നിന്ന് 3 പേര്, ഞാൻ ഉൾപ്പെടെ 4. പക്ഷെ 62 സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ട്.